ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ പ്രസംഗം പറയാനായിട്ടാണ് പോകുന്നത്. അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാംക്ഷികളായ സഹോദരരുടെ എല്ലാം ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാജിയുടെ ജന്മദിനം. ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധി ഇന്നും വീണ്ടും ഉയർത്തുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമായിരുന്നു ഗാന്ധി. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയല്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത്. ഹിന്ദുസവും ജൈനസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാ ബഹൻ, നരഹരി പരീഖ്, രവിശങ്കർ വ്യാസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, CF ആൻഡ്രൂസ് തുടങ്ങിയ നിരവധി നേതാക്കൾ ഗാന്ധി സത്യന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം വിധിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുൻപ് ഇത് സേവന വാര ദിനമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കല്ല് പെരയ്ക്കുകയും കടലാസ് നീക്കുകയും പുല്ല് പറിച്ചും മാത്രം നാം ഈ ദിനം ആചരിക്കരുത്. നാം ഭാരതത്തിന്റെ സാമൂഹിക വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രാവാസനകളും മാലിന്യങ്ങളും തൂത്തെറിയാൻ നമുക്ക് കഴിയണം. ഇന്ത്യ സ്വതന്ത്ര വഴിയുടെ നടക്കട്ടെ. അതിനാൽ നാം നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും മാലിന്യവിമുക്തമാക്കാം. നാം നമ്മുടെ ദുശീലങ്ങളെ, ദുഷിച്ച മൂല്യങ്ങളുടെ ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് നിർത്തുന്നു. നന്ദി.